സർവശക്തനായ ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി കാലാകാലങ്ങളിൽ മനുഷ്യനെ വിളിക്കാറുണ്ട്. വിവിധ തലങ്ങളിൽ വ്യത്യസ്തങ്ങളായ ജോലികൾ ചെയ്യുവാൻ തൻ്റെ ദൂതഗണങ്ങളോട് കൽപ്പിക്കുകയോ മറ്റ് ശ്രേഷ്ഠമായ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാമെന്നിരിക്കെ എന്തിനാണ് അത്യുന്നതനായ ദൈവം മനുഷ്യനെ വിളിക്കുന്നത്? താൻ മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അഗമ്യമായ സ്നേഹമാണ് ഇന്നും മനുഷ്യഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടിവിളിക്കുവാനുള്ള കാരണം. ആ അവർണ്ണനീയമായ ദൈവസ്നേഹമാണ് മനുഷ്യൻ നിത്യരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനും തൻ്റെ നിത്യസ്നേഹത്തിൻ്റെ അവകാശികളായി തീർന്നതിനുമായി തൻ്റെ ഓമനപുത്രനെ പോലും യാഗമായി അർപ്പിക്കുവാൻ ദൈവത്തെ നിർബന്ധിച്ചത്. എന്നാൽ വെറും മണ്ണായ മനുഷ്യൻ പല കാരണങ്ങളും പറഞ്ഞ് ദൈവത്തിൻ്റെ വിളി തിരസ്കരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തനിക്ക് പഠിപ്പില്ല, പരിജ്ഞാനമില്ല, പാരമ്പര്യമില്ല, പണമില്ല തുടങ്ങി അനേകം ഒഴിവുകഴിവുകൾ ദൈവത്തിൻ്റെ വിളി നിരസിക്കുവാൻ ബുദ്ധിമാനായ മനുഷ്യൻ നിരത്തിവെക്കുന്നു. എന്നാൽ യാതൊരുവിധ ഒഴിവുകഴിവുകളും പറയാതെ തങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിലും ദൈവവിളി കേട്ടനുസരിച്ച വിശ്വാസവീരന്മാരുടെ നീളുന്ന പട്ടികയിൽ സ്ഥാനം പിടിച്ച വ്യക്തിയാണ് ആമോസ്. ദൈവം തന്നെ വിളിച്ചപ്പോൾ താൻ ആയിരുന്ന അവസ്ഥയും താൻ വിളി പൂർണ്ണമായി അനുസരിച്ച വിധവും ദൈവവിളി കാര്യമില്ല കാരണങ്ങൾ പറഞ്ഞ് തിരസ്കരിക്കുന്ന ഓരോരുത്തരും മാതൃകയാകുന്നു. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമത്രേ. ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യഹോവയോ എന്നോട് കൽപ്പിച്ചു. ഒരു ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കി നടന്നവനുമായ ആമോസ് പ്രവാചകനോ പ്രവാചകര ശിഷ്യനോ ആയിരുന്നില്ല. പക്ഷെ അവൻ ദൈവത്തിന്റെ വിളി കേട്ടനുസരിച്ച് താൻ ഒരു ഇടയൻ മാത്രമാണെന്ന് പറഞ്ഞൊഴിയാതെ ഇസ്രായേൽ രാജാവായ യെരോബെയാമിനും ബെഥേലിലെ പുരോഹിതനായ അമസ്യാവിനും എതിരായി ദൈവം നൽകിയ അരുളപ്പാടുകൾ പ്രവചിച്ച് ആമോസ് ദൈവത്തിന്റെ തിരുവചനത്തിൽ സ്ഥാനം പിടിച്ചു. നമ്മുടെ കഴിവുകളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ദൈവമാണ് തൻ്റെ ദൗത്യത്തിനായി നമ്മെ വിളിക്കുന്നതെന്ന ബോധ്യമുണ്ടെങ്കിൽ ആ വിളി അനുസരിക്കുവാൻ നമുക്ക് കഴിയും. അപ്പോൾ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു എന്ന അപ്പോസ്തലനായ പൗലോസിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകും.